പുതിയ കെപിസിസി അധ്യക്ഷൻ ആര് എന്നതിൽ ആകാംക്ഷ. നിർണായക ചർച്ചകൾക്കായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദില്ലിയിലെത്തിയിരിക്കുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയുമായി 12:30 കൂടിക്കാഴ്ച. പാർലമെന്റിൽ വെച്ചാകും കൂടിക്കാഴ്ച. സർക്കാരുമായി സഹകരിച്ചു പോകുന്ന ഒരാൾ കെപിസിസി അധ്യക്ഷ പദവിയിൽ വേണമെന്ന് ആവശ്യപ്പെടും. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇവിടെ കെപിസിസി പ്രസിഡന്റ് ആരാകും എന്നുള്ള കാര്യത്തിൽ ആകാംക്ഷ നിലനിൽക്കുകയാണ്. പല നേതാക്കളും താൻ അർഹനാണ് എന്ന രൂപത്തിൽ രംഗത്ത് വന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയും ഖർഗെയും തമ്മിലുള്ള കൂടിക്കാഴ്ച 12:30 നിശ്ചയിച്ചിരിക്കുന്നു. ഏത് പേരുകൾക്കാണ് ഇപ്പോൾ പ്രാമുഖ്യം, നോബിൾ? ഇപ്പോൾ പാർലമെന്റിൽ വെച്ചാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. 12:30 ഈ കൂടിക്കാഴ്ച നടക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും ഈ സമയം അവിടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം എന്താണെങ്കിലും വരാനുണ്ട്. കെപിസിസി അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് സജീവ ചർച്ചകളിലേക്കാണ് ദില്ലി എന്താണെങ്കിലും കടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒട്ടും വൈകാതെ കെപിസിസി അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് ഹൈക്കമാൻഡിനും ഉള്ളത്. ഒന്നിലധികം പേരുകൾ ഉള്ള പശ്ചാത്തലത്തിൽ കൂടുതൽ നേതാക്കളെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ദില്ലിയിലേക്ക് വിളിപ്പിച്ച് ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടത്തിയ ശേഷം മാത്രമായിരിക്കും പ്രഖ്യാപനം അന്തിമ പേരിലേക്ക് എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായ അതേ ഒരു രീതി തന്നെ തുടരാനാണ് ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്ന ആൾ സർക്കാരുമായി യോജിച്ചു പോകണമെന്ന നിലപാടാണ് വി.ഡി. സതീശനൊപ്പം അദ്ദേഹത്തിനൊപ്പമുള്ള ആൾക്കും ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് വി.എം. സുധീരനെ കെപിസിസി അധ്യക്ഷനാക്കിയിരുന്നു. ആ സമയത്ത് വലിയ പ്രതിസന്ധി പാർട്ടിയും സർക്കാരും തമ്മിൽ ഉണ്ടായി. പല ഘട്ടങ്ങളിലും വലിയ പോർമുഖം രണ്ടുപേരും തുറക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് വലിയ പ്രതിസന്ധിയാവുകയും അന്ന് ഭരണം അടക്കം കോൺഗ്രസ് നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. എന്തായാലും അത്തരത്തിലൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത്. അതിന് പകരമായി ഒരു സമവായത്തിലൂടെ പാർട്ടിയുമായും സർക്കാരുമായി ഒരുമിച്ച് പോകുന്ന ഒരു കെപിസിസി അധ്യക്ഷൻ വേണം എന്നാണ് ആ നിലപാട്. അതായിരിക്കും അദ്ദേഹം പങ്കുവയ്ക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു പേര് അദ്ദേഹം പറയും എന്ന സൂചന ഘട്ടത്തിൽ പുറത്തേക്ക് വരികയും ചെയ്തു. നിലവിൽ നിരവധി പേരുകൾ ഉണ്ട് സജീവമായി തന്നെ. ബെന്നി ബെർണാൻ, കൊടിക്കുന്നിൽ സുരേഷ്, അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടൻ, ജോസഫ് വാഴക്കൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ പല പേരുകളും സജീവ ചർച്ചയിലേക്കുണ്ട്. എന്താണെങ്കിലും ഇതിൽ ഒരാളുടെ പേര് വി.ഡി. സതീശൻ പറയുമോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്നാൽ നിലവിൽ അത്തരത്തിലൊരു സാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ സർക്കാരുമായി യോജിച്ചു പോകുന്ന ഒരാൾ വേണം എന്ന നിലപാടായിരിക്കും അദ്ദേഹം സ്വീകരിച്ചിരിക്കുക. പ്രത്യേകിച്ച് നേരത്തെ ഗ്രൂപ്പ് സമവാക്യം നമുക്കറിയാം. നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാൽ സജീവമായി തന്നെ രംഗത്തേക്കുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് പക്ഷേ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ആ പശ്ചാത്തലത്തിൽ കെ.സി. വേണുഗോപാലുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ ഇപ്പൊ കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതിനെ വി.ഡി. സതീശൻ എതിർക്കാനുള്ള സാധ്യത അടക്കം ഉണ്ട്. എന്നാണെങ്കിലും ഇന്നിപ്പോൾ ചർച്ചയിൽ പ്രധാനമായി അദ്ദേഹത്തിന് നിലപാട് അറിയിക്കുകയായിരിക്കും ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ലോക്സഭാ സ്പീക്കർ, രാജ്യസഭാ ചെയർമാൻ തുടങ്ങിയ ആളുകളെ കൂടി ഇന്നിപ്പോൾ വി.ഡി. സതീശൻ പാർലമെന്റിൽ കാണും എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഇപ്പോൾ കൊച്ചി ഹൗസിലാണുള്ളത്. അല്പസമയത്ത് അദ്ദേഹം പാർലമെന്റിലേക്ക് പുറപ്പെടുകയും ചെയ്യും. സ്മൃതി, ശരി, ആരാകും കെപിസിസി അധ്യക്ഷൻ എന്നതിൽ ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്തിയിരിക്കുന്നു. വിശദാംശങ്ങളാണ് നോബിൾ നൽകിയത്. ഇടവേളയിലേക്ക്.